ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ സെയ്ത് പറയണ്ടസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം. പുഴയുടെ അടുത്തായി 1 ഏക്കർ 16 സെന്റ് തെങ്ങിൻ തോട്ടവും അതിൽ 900 സ്ക്വയർ ഫീറ്റിന്റെ 3 ബെഡ്റൂമുള്ള ഒരു വാർപ്പ് വീടും വിൽപ്പനക്കുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ആദ്യം തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ പറയാം. ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ ലിക്കിടി പേരൂർ പഞ്ചായത്തിൽ ലിക്കിടി എന്ന സ്ഥലത്തിനടുത്ത് തന്നെയാണ് ഈ വീട് സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ 1 ഏക്കർ 16 സെന്റ് സ്ഥലമാണുള്ളത്. ഈ 1 ഏക്കർ 16 സെന്റ് സ്ഥലം 2 പ്ലോട്ടുകളായിട്ടാണ് കിടക്കുന്നത്. 16 സെന്റ് സ്ഥലം ഒരു പ്ലോട്ടായിട്ടും അതുപോലെ തന്നെ 1 ഏക്കർ സ്ഥലം മറ്റൊരു പ്ലോട്ടായിട്ടുമാണ് കിടക്കുന്നത്. ഈ 2 പ്ലോട്ടുകളുടെയും ഇടയിൽ ഒരു 10 സെന്റ് സ്ഥലം വേറെയുണ്ട്. ആ 10 സെന്റ് സ്ഥലം നമുക്ക് വേണമെങ്കിൽ പിന്നീട് വാങ്ങാൻ കിട്ടുന്നതാണ്. കൂടാതെ ഈ 2 പ്ലോട്ടുകളിലേക്കും വേറെ വേറെ വഴികളും ഉള്ളതാണ്. വണ്ടി വരുന്ന വഴികൾ വേറെയുണ്ട്. ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും 1.25 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത്. അതിൽ 1 കിലോമീറ്റർ ദൂരം നല്ല കോൺക്രീറ്റ് റോഡും ബാക്കി 250 മീറ്റർ ദൂരം മൺ റോഡുമാണ് ഇതിലേക്കുള്ളത്. എല്ലാ വണ്ടികളും വരുന്ന വഴി ഇതിലേക്കുള്ളതാണ്. ഇവിടെ നിന്ന് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്ക് വെറും 7 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത്. കൂടാതെ ലിക്കിടി റെയിൽവേ സ്റ്റേഷനിലേക്കാണെങ്കിൽ വെറും 1.5 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത്. അതുപോലെ തന്നെ ജുമാ മസ്ജിദിലേക്കും മദ്രസയിലേക്കും ഇവിടെ നിന്ന് വെറും 1.25 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ഇനി സ്കൂളിലേക്കാണെങ്കിൽ വെറും 1.5 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത്. കൂടാതെ ക്ഷേത്രത്തിലേക്കാണെങ്കിൽ 500 മീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ 4 കിലോമീറ്റർ ദൂരവുമാണുള്ളത്. ഇവിടെ നിന്ന് വെറും 1.5 കിലോമീറ്റർ ദൂരം മാത്രമാണ് പാമ്പാടി നെഹ്റു കോളേജിലേക്കുള്ളത്. ഈ സ്ഥലം പാലക്കാട് ജില്ലയുടെ ബോർഡറിലായിട്ടാണ് കിടക്കുന്നത്. ഈ സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഭാരതപ്പുഴയുള്ളത്. ഭാരതപ്പുഴയോട് ചേർന്നല്ല കിടക്കുന്നത്. ഭാരതപ്പുഴയിൽ നിന്ന് സെക്കൻഡ് പ്ലോട്ടായിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത്. ഈ സ്ഥലം പാലക്കാട് ജില്ലയായും പുഴയുടെ അപ്പുറം തൃശ്ശൂർ ജില്ലയുമായിട്ടാണ് ഉള്ളത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഉൾവശങ്ങളൊന്ന് കണ്ടു നോക്കാം. പുറത്തുനിന്നും ഉള്ളിലേക്ക് കയറുമ്പോൾ അത്യാവശ്യം വലിയൊരു സിറ്റൗട്ട് തന്നെയാണ് ഉള്ളത്. സിറ്റൗട്ടിൽ നിന്ന് നേരെ ഒരു ഹാളിലോട്ടാണ് പ്രവേശിക്കുന്നത്. അത്യാവശ്യം വലിയൊരു ഹാള് തന്നെയാണ്. ഇവിടെ എല്ലാം തന്നെ നിലത്ത് ടൈലുകളെല്ലാം ഇട്ട് ഭംഗിയായി തന്നെയാണുള്ളത്. ഈ ഹാളിൽ നല്ലൊരു ഷോക്കേസിൻ്റെ വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൽ 3 ബെഡ്റൂമുകളാണുള്ളത്. ഈ 3 ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് ഈ ഹാളിൽ നിന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഇതിലെ മാസ്റ്റർ ബെഡ്റൂം. അത്യാവശ്യം വലിയൊരു ബെഡ്റൂം തന്നെയാണിത്. ഇവിടെ കബോർഡ് വർക്കുകളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇത് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ഇതിലെ മറ്റൊരു ബെഡ്റൂം. ഇതും അത്യാവശ്യം സൗകര്യമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. ഇവിടെയും തന്നെ കബോർഡ് വർക്കുകളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിലത്തെല്ലാം തന്നെ നല്ല ടൈലുകൾ തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. ഇനി ഈ കാണുന്നതാണ് ഇതിലെ 3ാമത്തെ ബെഡ്റൂം. ഇതും അത്യാവശ്യം സൗകര്യമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. ഇവിടെയും തന്നെ കബോർഡ് വർക്കുകളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഹാളിൽ നിന്നും നേരെ ഡൈനിങ് ഏരിയയിലോട്ടാണ് എൻട്രൻസ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഡൈനിങ് ഏരിയ. ഇവിടെ നിലത്ത് ടൈലിട്ടിട്ടില്ല. ഇവിടെ കാവിയാണ് ഇട്ടിരിക്കുന്നത്. ഈ ഡൈനിങ് ഏരിയയുടെ ഒരു സൈഡിലായി വാഷ് ബേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് നേരെ കിച്ചണിലോട്ടാണ് എൻട്രൻസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം നിലത്തെല്ലാം നല്ല ടൈലുകൾ തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മേൽക്കൂര ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്. ആംഗിൾ അടിച്ച് ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്. ഈ കിച്ചൻ്റെ ഒരു സൈഡിലായി പുകയില്ലാത്ത അടുപ്പും അതുപോലെ തന്നെ മറ്റൊരു സൈഡിലായി ഗ്യാസ് സ്റ്റൗവും വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേസുള്ള ഒരു കിച്ചൺ തന്നെയാണ്. ഈ കിച്ചൻ്റെ ഒരു സൈഡിലായി ഒരു ടോയ്ലറ്റ്, ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കിച്ചണിൽ നിന്ന് പുറത്തോട്ട് എൻട്രൻസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീടിനോട് ചേർന്ന് തന്നെ ഒരു കാർ പോർച്ചും കൊടുത്തിട്ടുണ്ട്. ആംഗിൾ അടിച്ച് ഷീറ്റ് ഇട്ടിരിക്കുകയാണത്. വീടിൻ്റെ മേലോട്ടുള്ള സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് വീടിൻ്റെ പുറത്ത് നിന്നാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വീടിൻ്റെ മേലെ ട്രസ് വർക്ക് കൂടി ചെയ്തിട്ടുണ്ട്.
ഈ 1 ഏക്കർ 16 സെൻറ്റ് സ്ഥലത്ത് 50ഓളം കായ്ച്ചുകൊണ്ടിരിക്കുന്ന തെങ്ങുകളുണ്ട്. ഇതിനിടയ്ക്ക് കുറച്ച് റബ്ബർ കൂടി ഉണ്ടായിരുന്നു. റബ്ബറെല്ലാം മുറിച്ച് മാറ്റിയതാണ്. ഇപ്പോൾ തെങ്ങുകൾ മാത്രമാണുള്ളത്. തെങ്ങുകൾ കൂടാതെ മാവ്, പ്ലാവ്, സപ്പോട്ട, കുടംപുളി ഇവയെല്ലാം തന്നെ ഇതിലുള്ളതാണ്. ഈ സ്ഥലത്തിൻ്റെ ഒരു സൈഡ് തോട് വരുന്നുണ്ട്. കൂടാതെ പുഴയുടെ സെക്കൻഡ് പ്ലോട്ടായിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളത്തിനൊന്നും തന്നെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ്. ഇതിൽ തന്നെ നല്ലൊരു ബോർവെല്ലുണ്ട്. അതിലെല്ലാം തന്നെ സുലഭമായ വെള്ളമാണ് ഏത് സമയത്ത് തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഥലത്ത് നിങ്ങൾക്ക് തെങ്ങിൻ തൈകളോ അതുപോലെ തന്നെ കവുങ്ങുകളോ ഇനി അതല്ലെങ്കിൽ ജാതിക്ക ഇവയെല്ലാം വെച്ച് നല്ലൊരു തോട്ടമായി നിങ്ങൾക്കിത് മാറ്റിയെടുക്കാം. ഇതിൽ റബ്ബർ മുറിച്ച ഭാഗങ്ങളെല്ലാം തന്നെ കാലിയായിട്ടാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്ഥലം എല്ലാവിധ ഫാമുകൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലം തന്നെയാണ്. നിങ്ങൾക്ക് കോഴി ഫാമോ അല്ലെങ്കിൽ ആട് ഫാമോ ഇനി അതല്ലെങ്കിൽ പശു ഫാമോ ഇവയ്ക്കെല്ലാം അനുയോജ്യമായ നല്ലൊരു സ്ഥലം തന്നെയാണ്. ഈ സ്ഥലം കരഭൂമി പോലെയാണ് കിടക്കുന്നത് എങ്കിലും ഈ സ്ഥലം റിക്കാർഡിൽ പള്ളിയിലായിട്ടാണ് ഉള്ളത്. അതുപോലെ തന്നെ വീടിരിക്കുന്ന ഭാഗം KLU എടുത്തിട്ടാണ് വീട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലുള്ള ഈ 1 ഏക്കർ 16 സെൻറ്റ് സ്ഥലവും 900 സ്ക്വയർ ഫീറ്റിൻ്റെ 3 ബെഡ്റൂമുള്ള ഈ വാർപ്പ് വീടും ഇതിന് മുഴുവനായി വെറും 60 ലക്ഷം രൂപ മാത്രമാണ് ഓണർ പറയുന്നത്. അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ കൂടിയാണ്, നമുക്ക് സംസാരിക്കാം. അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന തെങ്ങിൻ തോട്ടവും വീടും സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി. ഞങ്ങളൊന്ന് വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ വീഡിയോ പാറയിൽ പിടിച്ചിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. തൊട്ടടുത്താണ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ആളെന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ്. ഇനി ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.